നമ്മുടെ ഈ ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് മോസ്റ്റ് ഓഫ് ദ ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള ഫുൾ കവറേജ് ബ്രാ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ബ്രാക്ക് നല്ല ഫിറ്റിങ്സ് കറക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നല്ല ഇപ്പോൾ സാരിക്ക് പറഞ്ഞ പോലെ സൈഡ് ബൾജിങ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒന്നൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലായിരുന്നു. എനിക്ക് കപ്സീസ് എത്ര വാങ്ങിയാലും എന്തെങ്കിലും ഒരു മോശക്കേട് ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് നല്ല റേറ്റ് ഉണ്ടായല്ലോ, സിവാമിന്നല്ലോ നല്ല റേറ്റ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യില്ലേ, സൈഡ് അതൊക്കെ ബൾജി അതൊക്കെ വേണ്ടിയിട്ടും ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ റേറ്റിന് ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. കൂടുതൽ ലേഡീസും ബ്രസ്റ്റ് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് കവർ ചെയ്യാവുന്ന രൂപത്തിൽ നല്ല കംഫർട്ടുള്ള ഐറ്റങ്ങൾ കിട്ടണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ഷേപ്പിങ്ങിന് ഏറ്റവും നല്ലത് കോട്ടൺ ബ്രാകൾ തന്നെയാണ്. ഇവയുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് 4-5 തരത്തിലുള്ള കോട്ടൺ ബ്രാകൾ ഓർബേൺസിൽ അവൈലബിൾ ആണ്. ഡി കപ്പ് വരുന്ന ആളുകൾക്ക് ഫുൾ കവറേജ് കിട്ടുന്നൊരു ബ്രാ ആണിത്. ബോട്ടത്തിലും സ്ട്രാപ്പൊക്കെ ആയിട്ട് നല്ല വൈഡ് എലാസ്റ്റിക് വരുന്നൊരു പാറ്റേൺ ആണിത്. ഫുൾ കവറേജ് ടോപ്പിൽ കണ്ട എനിക്ക് തോന്നൂല അത്രയും വലിയ സൈസ് വേണമെന്ന്. പക്ഷെ എനിക്ക് ശരിക്കും നല്ല വലിയ സൈസ് വേണം, എന്നാലേ എനിക്കൊരു കംഫർട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് എനിക്ക് ഏത് ബ്രാൻഡ് എടുത്താലും, ഞാൻ ബ്ലോസാണ് ഇപ്പോൾ ഉപയോഗിക്കാറ്, അപ്പോൾ ഏത് ബ്രാൻഡ് എടുത്താലും എനിക്ക് ഫുൾ കവറേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഇത് ആരെങ്കിലും ഒന്ന് ഇങ്ങനെ അടിക്കണവരുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോട്ട് പറഞ്ഞിട്ട് നമ്മളെ കംഫർട്ടിനനുസരിച്ചിട്ട് അതിന് പറ്റിയ ഫാബ്രിക് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിക്കായിരുന്നു എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ മിനിമൈസറും അതെ, പിന്നെ മറ്റേതും അതെ, രണ്ടും എനിക്ക് നല്ല കംഫർട്ടാണ്, അടിപൊളിയാണ്. അതങ്ങളാണ് ചോദിച്ചത്, നാളെ തന്നെ നിങ്ങൾക്ക് വീണ്ടും കൊടുത്തേക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്ര കംഫർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ വന്ന് വാങ്ങാനുള്ളൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്തിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര കുറഞ്ഞ റേറ്റിനാണ് ഞാൻ 800, 900 ഒക്കെ രൂപേൻ്റെ ഇന്നർ വെയർ ബ്രാ സ്പെഷ്യലി അതിന് രൂപേൻ്റെ. കാരണം കറക്റ്റ് സപ്പോർട്ട് കിട്ടാനും, പിന്നെ ഡ്രസ്സ് ഇടുമ്പോൾ പ്രത്യേകിച്ച് ബ്രാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഡ്രസ്സ് നിൽക്കുമ്പോൾ ഭയങ്കര ബോറല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും റേറ്റിൻ്റെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ അങ്ങനെ ക്ലോവിയെന്നും സിവാമിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുക എത്ര പൈസ ഞാൻ ലാഭിച്ചു എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എത്രങ്ങാനും പൈസ എനിക്ക് ലാഭമായി പോയി. പിന്നെ ഉദ്ദേശിക്കേണ്ട കാര്യം എന്താ പറയാൻ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഞാനതിപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നമുക്ക് ഫിറ്റിങ്സ് ആണെങ്കിലും റൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും, റൗണ്ട് അതായത് ഫുള്ളായിട്ട് കവറേജിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ആയാൽ അങ്ങനെ ആവും, അങ്ങനെ ആവും, അങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു, ഇങ്ങനെയും കൂടെ ആയാൽ അങ്ങനെ ഒന്ന് ബെറ്റർ ആയിരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതിയതുപോലെയുള്ള ഫിറ്റിങ്സും കവറേജും രക്ഷയിലിട്ട ഇനി നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞാനതാണ് ഒരെണ്ണതാക്കിയിട്ട് വീണ്ടും 2 കൂടെ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ എന്താ പറയുക, സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാത്ത നന്ദിയുണ്ട് തന്നോട്. ഒരുപാട് നന്ദിയാണ്. നല്ല കംഫർട്ടാണെങ്കിലും ഭയങ്കര കട്ടി ഫിറ്റിങ്സും എല്ലാം. ഇനി നമ്മൾ ആ ഒരു കാര്യത്തെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രസ്സ് ഇടുമ്പോഴും പല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ചുരിദാറുടെ നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോഴും ഒരു കംഫർട്ടായിരുന്നില്ല. തടയി പ്രഷർ ഉപയോഗിച്ചതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, വീണ്ടും നന്ദി പറയാം. പിന്നെ ഞാൻ ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അത് കിട്ടിയ സമയത്ത് എനിക്ക് ഒന്നും മറുപടി അയക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് വിട്ടുപോയി, അതുണ്ടായത്. എന്തായാലും എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഇപ്പോൾ കടയിൽ പോയാലും നമുക്ക് ഇതുപോലെ കിട്ടുമായിരിക്കും. പക്ഷേ ആ ഒരു കറക്റ്റ് സൈസ് സെലക്ട് ചെയ്യാൻ കണ്ടുപിടിക്കാൻ, നമ്മളെ ഒറിജിനൽ സൈസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അത് എനിക്ക് നിങ്ങൾ ട്രയൽ ചെയ്യാൻ തന്നപ്പോഴാണ് അതിനാണ് മനസ്സിലായത്. പിന്നെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും. കാരണം അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിലും നമുക്ക് ഇന്നർ വെയേഴ്സ് ട്രയൽ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നില്ലല്ലോ. പോരാത്തതിന് നമ്മളത് വാങ്ങി നമുക്ക് സ്യൂട്ടായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവർ തരുന്നില്ല ഇന്നർ വെയേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ എനിക്ക് ട്രയൽ ചെയ്ത് ചെയ്യാൻ തന്ന ഒരു ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയത്. പിന്നെ മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ പർച്ചേസ് ചെയ്യും. ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ ഇന്നർ വെയേഴ്സ് ഒക്കെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ എല്ലാവരും പറയുകയാണ് കറക്റ്റ് സൈസ് കിട്ടില്ല, ഓൺലൈനിൽ വാങ്ങിയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രോബ്ലംസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് എനിക്കത് തോന്നിയിട്ടില്ല. 100% എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പിന്നെ ഇനിയും ഞാൻ വിളിക്കും. അസ്സലാമു അലൈക്കും. അത് ശരിയാണ്, ഞാൻ കഴിഞ്ഞ 1.5 വർഷം മുന്നേ നിങ്ങളത് റീസെൽ ചെയ്തില്ലേനോ, അപ്പോൾ ഉപയോഗിച്ചില്ലായിരുന്നു. അതന്നെ എപ്പോഴും യൂസ് ചെയ്ത്, അതാണിപ്പോൾ നിങ്ങളെ ഓഫർ ഇട്ടില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം വാങ്ങുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, നല്ല സാധനം. ബ്രാൻഡല്ല, ഞാൻ പലതും യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ 32 ഒരു ടൈറ്റും 34 ഒരു അവിടെ ഒരു ലൂസായിട്ട് ഒരു കംഫർട്ട് അല്ലാത്ത പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് ഒരു എന്തിനാ പറയുക, കറക്റ്റ് വൃത്തിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ തന്നെ നമ്പർ ചോദിച്ചിരുന്നു. അവൾ എന്നോട് ഓർഡർ ആക്കാനാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്ക്